ഇപ്പോൾ രമേശ് ചെന്നിത്തല പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിയുക്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപായി മാധ്യമങ്ങളെ ഒന്ന് കണ്ടേക്കാം, പ്രവർത്തകരെ ഒന്ന് കണ്ടേക്കാം. രമേശ് ചെന്നിത്തലയുടെ പ്രിയപ്പെട്ടവർ വന്ന് സ്നേഹ അഭിവാദ്യം നടത്തുകയും ഒപ്പം തന്നെ ഷോൾ അണിയിക്കുകയും ചെയ്യുന്ന ദൃശ്യമാണ്. രാവിലെ വഴുതക്കാട് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലാണ് ഇപ്പോൾ വലിയ തിരക്ക് പ്രേക്ഷകർക്ക് കാണാം. ആഭ്യന്തരമന്ത്രിയാണ്, ഒപ്പം തന്നെ വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏറെ സന്തോഷകരമായ കാഴ്ചകൾ തലസ്ഥാന നഗരിയിൽ പൂച്ചെണ്ടുമായി എത്തുന്നു. നിരവധി പ്രവർത്തകർ രമേശ് ചെന്നിത്തലയെ കാണാനും അഭിനന്ദനം അറിയിക്കാനും ഒക്കെയായിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ യാക്കോബായ സഭയുടെ വൈദികരും നേരത്തെ കന്റോൺമെൻറ്റ് ഹൗസിൽ പോയിരുന്നു. അവരിപ്പോൾ നേരത്തെ രമേശ് ചെന്നിത്തലയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. നേരത്തെ വി ഡി സതീശൻ്റെ വീട്ടിൽ യാക്കോബായ സഭയിലെ മുതിർന്ന വൈദികർ എത്തുന്നതും നമ്മൾ കണ്ടു. കത്തോലിക്ക ബാവയും ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയും നേരത്തെ കന്റോൺമെൻറ്റ് ഹൗസിലെത്തിയിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്കും യാക്കോബായ സഭയിലെ പ്രധാനപ്പെട്ട വൈദികരെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിയുക്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് യാക്കോബായ സഭയുടെ വൈദികർ എത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ ഫ്രെയിമുകളിലും UDF പ്രവർത്തകരുടെ ആവേശമാണ് നമ്മൾ കാണുന്നത്, എല്ലായിടങ്ങളിലും. അപ്പോൾ യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ, നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെയും ഇപ്പോൾ നിയുക്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും കാണുന്നു. ആദ്യം വി ഡി സതീശനെ കണ്ടു, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട്. യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ, ഒപ്പം തന്നെ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ആവേശ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. തലസ്ഥാനത്ത് ഏതു കോണിലും ഇപ്പോൾ UDF പ്രവർത്തകർ മാത്രമാണ്. അവർ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജനസാഗരമാവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അക്ഷരാർത്ഥത്തിൽ, അതുപോലെയാണ്. സെൻട്രൽ സ്റ്റേഡിയം ആണെങ്കിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. ഇനി ഏകദേശം 1.5 മണിക്കൂർ 1.25 മണിക്കൂറുണ്ട്. 1.25 മണിക്കൂർ ആകുമ്പോഴേക്കും സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രിമാർക്കും അവിടെ മറ്റു VVIPകൾക്കും മാത്രമുള്ള ഇരിപ്പിടങ്ങളെ അവിടെ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ നിറഞ്ഞ് കവിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ആവേശത്തോടെയാണ് പ്രവർത്തകർ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുന്നത്. സാധാരണ ഇന്ന് മഴ ഉണ്ടാകും എന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ മഴയില്ല. രാവിലെ എന്തായാലും തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ്. തെളിഞ്ഞ മനസ്സുമായി ഒരുപാട് പ്രതീക്ഷകളോടെ വി ഡി സതീശൻ ടീം അധികാരത്തിലേക്ക് എത്തുന്നത്. 10 വർഷത്തെ LDF ഭരണത്തിന് ശേഷം എത്തുന്ന UDF ഭരണം എന്ന പ്രത്യേകതയുണ്ട്. ഒരു ഫുൾ പവറിലാണ് തുടങ്ങാൻ പോകുന്നത്, ഒരു ഫുൾ ഗിയറിലാണ് ഇന്നത്തെ തുടക്കം. നമുക്കൊപ്പം റോഷി പാലുണ്ട്, TV പ്രസാദ് ഉണ്ട്, ഒപ്പം തന്നെ VS രഞ്ജിത്തുണ്ട്. റിപ്പോർട്ടർമാരെല്ലാം തയ്യാറാണ്. ഞാൻ റോഷി പാൽ, ആവേശം വാനോളമാണ്, തെളിഞ്ഞ അന്തരീക്ഷമാണെന്ന് തോന്നുന്നു. ഇന്ന് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും മഴ പോലും മാറി നിൽക്കുന്ന തെളിഞ്ഞ അന്തരീക്ഷത്തിലാണോ ശുഭപ്രതീക്ഷയോടുകൂടി ടീം VDSന്റെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്? ആവേശമല കടലോളമുണ്ട് അല്ലേ? അരുൺകുമാർ, ഉറപ്പായും വലിയ ആവേശത്തിൽ കേരളത്തിലെമ്പാടുമുള്ള UDF പ്രവർത്തകർ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ പ്രത്യേകം സജ്ജമാക്കിയ ഈ ഹാൾ അത് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു എന്നാണ് പ്രത്യേകത. നമുക്ക് നേരത്തേക്ക് നമ്മൾ മന്ത്രിമാരുടെ കാറിന്റെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതാണ്. ഇപ്പോൾ വാഹനങ്ങൾ മുഴുവൻ സജ്ജമായി കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ മന്ത്രിമാർ, നിയുക്ത മന്ത്രിമാർ അവർക്ക് വേണ്ടി തയ്യാറായി. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ നേരെ ഇവർ പോകുന്നത് രാജ്ഭവനിൽ, ലോക് ഭവനിൽ അവിടെ ഗവർണറുടെ ചായ സൽക്കാര ചടങ്ങിലേക്കാണ്. ചായ സൽക്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യ ക്യാബിനറ്റ് യോഗം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേരുക. ആ ക്യാബിനറ്റ് യോഗത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ അറിയാൻ കഴിയും. ഏതായാലും വാഹനങ്ങളൊക്കെ സജ്ജമായി കഴിഞ്ഞു. മറുഭാഗത്ത് ഈ മന്ത്രിമാരുൾപ്പെടെയുള്ള VVIPകളെ കാണാനും സ്വീകരിക്കാനും ആവേശത്തോടെ പ്രവർത്തകർ കാത്തിരിക്കുന്നുണ്ട്. വളരെ വലിയ ആവേശമാണ്. കാരണം ഒരു പതിറ്റാണ്ട് കാത്തിരിപ്പിനൊടുവിലാണ് ഇങ്ങനെ. ശരി റോഷി, ഞാൻ വരാം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപാട് പ്രവർത്തകർ, MM ഹസൻ കൂടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഇപ്പോൾ വലിയ ആവേശത്തോടുകൂടി ആ മുഖത്ത് നോക്കൂ. ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന പിരിമുറുക്കമൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് മാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് കരുതിയിരുന്നതാണ്, പക്ഷേ ആഭ്യന്തര വകുപ്പിലേക്ക് എത്തി. ഗുരുവായൂർ പോയി തിരിച്ചു വരുന്നതൊക്കെ നമ്മൾ കണ്ടു. പിരിമുറുക്കം നിറഞ്ഞ നിമിഷങ്ങൾ മാറി സന്തോഷ നിമിഷങ്ങളാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ കാണാൻ നിരവധി നേതാക്കൾ രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വസതിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കിപ്പം നിയുക്ത മന്ത്രി ബിന്ദു കൃഷ്ണ കൂടി തത്സമയം ചേരുന്നുണ്ട്.